കറണ്ട് അഫയേഴ്സ് സെപ്റ്റംബർ 8, 2025. ഒന്നാമത്തെ ചോദ്യം, വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ ഒറിസോണ്ടി വിഭാഗത്തിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം അനുപർണ റോയ്. ഒന്നുകൂടി ചോദ്യം പറയാം. വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ ഒറിസോണ്ടി വിഭാഗത്തിൽ മികച്ച സംവിധായകനുള്ള അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരി അല്ലെങ്കിൽ സംവിധായകയ്ക്കുള്ള അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? അനുപർണ റോയ് ആണ്. ഈ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് ആര്? ആദ്യ ഇന്ത്യക്കാരി അനുപർണ റോയ്. ഒറിസോണ്ടി വിഭാഗം പുതുമയും പരീക്ഷണാത്മകതയും നിറഞ്ഞ സിനിമകൾക്ക് പ്രത്യേകമായി നൽകുന്ന പുരസ്കാര വിഭാഗമാണ്. ഒറിസോണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പുതുമയും പരീക്ഷണാത്മകതയും നിറഞ്ഞ സിനിമകൾക്ക് പ്രത്യേകമായി നൽകുന്ന പുരസ്കാര വിഭാഗമാണ്. 82ാമത് വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ ലയൺ അവാർഡ് നേടിയ ചിത്രമാണ് ഏതാണ്? ജിം എന്ന് പറയുന്ന ചിത്രം. രണ്ടാമത്തെ ചോദ്യം, ഗയാന പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ്? ഇർഫാൻ അലി. പീപ്പിൾസ് പ്രോഗ്രസീവ് പാർട്ടി PPP നേതാവായ മുഹമ്മദ് ഇർഫാൻ അലി ഗയാനയിൽ വീണ്ടും നിർണായക വിജയം നേടി. 2020 അപേക്ഷിച്ച് PPP തങ്ങളുടെ ഏറ്റവും അടുത്ത എതിരാളിയുടെ ഇരട്ടിയിലധികം വോട്ടുകൾ നേടി അവരുടെ ജനവിധി ശക്തിപ്പെടുത്തി. തെക്കേ അമേരിക്കയുടെ വടക്കൻ അറ്റ്ലാന്റിക് തീരത്തുള്ള ഒരു രാജ്യമാണ് ഗയാന. തലസ്ഥാനം ജോർജ് ടൗൺ ആണ്. പ്രധാനമന്ത്രി മാർക്ക് ഫിലിപ്സ് ആണ്. മൂന്നാമത്തെ ചോദ്യം, പാപ്പുവ ന്യൂ ഗിനിയുടെ 50ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ ഏതാണ്? ഉത്തരം INS കാഡ്മറ്റ്. ഒന്നുകൂടെ ചോദ്യം പറയാം. പാപ്പുവ ന്യൂ ഗിനിയുടെ 50ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ INS കാഡ്മറ്റ് ആണ്. പപ്പുവ ന്യൂ ഗിനിയുടെ 50ാം സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് പോർട്ട് മൊറസ്ബിയിലെ മിലിറ്ററി ടാറ്റുവിൽ INS കാഡ്മറിലെ ഇന്ത്യൻ നാവിക ബാൻഡ് പ്രകടനം നടത്തി. INS കാഡ്മറ്റ് ഒരു ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പലാണ്. എന്താണ് INS കാഡ്മറൈറ്റ് എന്ന് പറയുന്നത്? ഒരു ആന്റി സബ്മറൈൻ യുദ്ധക്കപ്പലാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ സഹപ്രവർത്തകരുടെ സമ്മർദ്ദത്തിനിടയിൽ ആരാണ് രാജിവെച്ചത്? ഉത്തരം ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയാണ് രാജിവെച്ചത്. ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയിലെ സഹപ്രവർത്തകരുടെ സമ്മർദ്ദത്തിനിടയിൽ ആരാണ് രാജി പ്രഖ്യാപിച്ചത്? ഉത്തരം ജപ്പാൻ പ്രധാനമന്ത്രി ഷിഗേരു ഇഷിബയാണ്. LDPയുടെ രാഷ്ട്രീയ പ്രതിസന്ധിയും ജനപിന്തുണയിലെ കുറവുമാണ് അദ്ദേഹത്തിന് രാജിക്ക് വഴിവെച്ചത്. അഞ്ചാമത്തെ ചോദ്യം, റെയ്നറുടെ രാജിക്ക് ശേഷം UK ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായി നിയമിതനായത് ആരാണ്? ഉത്തരം ഡേവിഡ് ലാമി. റെയ്നറുടെ രാജിക്ക് ശേഷം UK ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായി നിയമിതനായത് ഡേവിഡ് ലാമിയാണ്. നികുതി അഴിമതിയെ തുടർന്ന് രാജിവെച്ച ആഞ്ചല റെയ്നറുടെ പിൻഗാമിയായി UK വിദേശകാര്യ സെക്രട്ടറിയായ ഡേവിഡ് ലാമിയെ ഉപപ്രധാനമന്ത്രി നിയമിക്കുകയാണ് ചെയ്തത്. ആറാമത്തെ ചോദ്യം, സമീപകാലത്ത് ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലുമുള്ള ഇന്റർനെറ്റ് തടസ്സത്തിന് കാരണമായത് എന്താണ് കാരണം? ചെങ്കടലിലെ കേബിൾ മുറിഞ്ഞതാണ് ഈ ഒരു ഇന്റർനെറ്റ് തടസ്സത്തിന് പ്രധാനമായിട്ട് ഉണ്ടായ കാരണം. സൗദി അറേബ്യയിലെ ജിദ്ദയ്ക്ക് സമീപം അണ്ടർസീ കേബിൾ മുറിഞ്ഞത് SMW4, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, വെസ്റ്റേൺ യൂറോപ്പ് ലൈനുകൾ തുടങ്ങിയ പ്രധാന സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തി. ഇന്ത്യ, ഏഷ്യ, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ ഇന്റർനെറ്റ് മന്ദഗതിയിലാക്കി. ചെങ്കടൽ മേഖലയിലൂടെ കടന്നു പോകുന്ന കേബിളുകൾ ആഗോള ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ പ്രധാന മാർഗങ്ങളിൽ ഒന്നാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഈ തടസ്സം അന്താരാഷ്ട്ര വ്യാപാര, സാമ്പത്തിക, ആശയവിനിമയ രംഗങ്ങളിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു. ഏഴാമത്തെ ചോദ്യം, 2025 ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിയിൽ വിജയിച്ച വ്യക്തി ആരാണ്? ഫോർമുല 1 ബന്ധപ്പെട്ട സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 2025 ഇറ്റാലിയൻ ഗ്രാൻഡ് പ്രിയിൽ വിജയിച്ച വ്യക്തി ആരാണ്? മാർക്ക് വെർസ്റ്റപ്പൻ. അദ്ദേഹത്തിന്റെ വാഹനം എന്ന് പറയുന്നത് റെഡ് ബുൾ റേസിംഗ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഓക്കെ.
8ാമത്തെ ചോദ്യം, ഇസ്രയേൽ അടുത്തിടെ വിക്ഷേപിച്ച നൂതന ചാര ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? ഇസ്രയേൽ അടുത്തിടെ വിക്ഷേപിച്ച നൂതന ചാര ഉപഗ്രഹത്തിന്റെ പേരാണ് ഒപെക് 19. എന്താണ്? ഒപെക് 19. ഒപെക് 19 എന്നുള്ളതാണ് ഇസ്രയേൽ അടുത്തിടെ വിക്ഷേപിച്ച നൂതന ചാര ഉപഗ്രഹത്തിന്റെ പേര്. ഇസ്രയേൽ നൂതന ചാര ഉപഗ്രഹമായ ഒപെക് 19 വിക്ഷേപിച്ചു. 2025 സെപ്റ്റംബർ 2-ന് ഇസ്രയേൽ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ അധിഷ്ഠിത രഹസ്യാന്വേഷണ ഉപഗ്രഹമായ ഒപെക് 19 വിക്ഷേപിച്ചു. ഇത് എല്ലാ കാലാവസ്ഥയിലും പകൽ രാത്രി നിരീക്ഷണം സാധ്യമാക്കുന്നു. പാൽവാച്ചി എയർബേസിൽ നിന്ന് ഷാവിഡ് റോക്കറ്റ് വഴി വിക്ഷേപിച്ച ഇത് ഇറാൻ, സിറിയ, ഹിസ്ബുള്ള എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രാദേശിക ഭീഷണികൾ ട്രാക്ക് ചെയ്ത് 1/2 മീറ്ററിൽ താഴെ റെസല്യൂഷൻ ചിത്രങ്ങൾ നൽകുന്നു. 9ാമത്തെ ചോദ്യം, ഗാസിയാബാദിൽ NTH കെമിക്കൽ ലാബ് ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ഗാസിയാബാദിൽ NTH കെമിക്കൽ ലാബ് ഉദ്ഘാടനം ചെയ്യുന്ന കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയാണ്. ആരാണ്? പ്രഹ്ലാദ് ജോഷി. ഗാസിയാബാദിലെ നാഷണൽ ടെസ്റ്റ് ഹൗസിൽ NABL അംഗീകൃത കെമിക്കൽ ലബോറട്ടറി തുറക്കുന്നതാണ്. 10ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വൾച്ചർ കൺസർവേഷൻ പോർട്ടൽ ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? എന്താണ് ഇന്ത്യയിലെ ആദ്യത്തെ വൾച്ചർ കൺസർവേഷൻ പോർട്ടൽ ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? ഉത്തരം അസം. ഏതാണ്? അസമിലാണ് ആരംഭിച്ചത്. ലക്ഷ്യം എന്താണ്? രാജ്യത്തെ കഴുകൻ വർഗ്ഗങ്ങളുടെ ജനസംഖ്യാ നിരീക്ഷണം, സംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപനം, ഡാറ്റ ശേഖരണം എന്നിവയാണ് വൾച്ചർ കൺസർവേഷൻ പോർട്ടലിന്റെ ലക്ഷ്യം. അതെവിടെയാണ് ആരംഭിച്ചത്? ആദ്യത്തേത് എവിടെയാണ് ആരംഭിച്ചത്? അസമിലാണ് ആരംഭിച്ചത്. അടുത്തത് 2025 സെപ്റ്റംബർ 9. 2025 സെപ്റ്റംബർ 9 2025-26 കാലയളവിലേക്കുള്ള ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഉത്തരം കരുണേഷ് ബജാജ്. ഉത്തരം കരുണേഷ് ബജാജ് ആണ് 2025-26 കാലഘട്ടത്തിലെ കാലയളവിലേക്കുള്ള ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കരുണേഷ് ബജാജ്. ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻസ് ABC ഇന്ത്യയിലെ പത്രമാസികകളുടെ സർക്കുലേഷൻ പരിശോധിക്കുന്ന പ്രധാന സ്ഥാപനമാണ്. കരുണേഷ് ബജാജ് എന്താണ്? ഡെൻസ് ടു ഏജസ് നെറ്റ്വർക്ക് മീഡിയയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. ആരാണ്? കരുണേഷ് ബജാജ്. അടുത്തിടെ എക്സ്പെൻഡിച്ചർ വകുപ്പിൽ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് പദവിയിൽ ചുമതലയേറ്റത് ആരാണ്? അടുത്തിടെ എക്സ്പെൻഡിച്ചർ വകുപ്പിൽ കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് പദവിയിൽ ചുമതലയേറ്റത് ആരാണ്? TCA കല്യാണിയാണ്. TCA കല്യാണി. കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ഇന്ത്യയിലെ കേന്ദ്ര സർക്കാരിന്റെ അക്കൗണ്ടുകൾ നിയന്ത്രിക്കുന്ന ഉയർന്ന പദവിയാണ്. ആരാണ് ആ പദവിയിലെത്തിയത്? TCA കല്യാണിയാണ്. 3ാമത്തെ ചോദ്യം, 2025 സെപ്റ്റംബറിൽ UAE-യിൽ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായത് ആരാണ്? ഉത്തരം ദീപക് മിത്തലാണ്. ദീപക് മിത്തൽ 2025 സെപ്റ്റംബറിൽ UAE-യിൽ ഇന്ത്യയുടെ അംബാസിഡറായി നിയമിതനായത് ദീപക് മിത്തലാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അല്ലെങ്കിൽ UAE ഇന്ത്യയുടെ അംബാസിഡർ സ്ഥാനം വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ഇന്ത്യ UAE ബന്ധം വ്യാപാര, ഊർജ, പ്രവാസി ഇന്ത്യൻ സമൂഹം എന്നീ മേഖലകളിൽ ഏറെ ശക്തമാണ്. 2025 സെപ്റ്റംബറിൽ ദീപക് മിത്തൽ ഇന്ത്യയുടെ പുതിയ അംബാസിഡറായി നിയമിതനായി. 4ാമത്തെ ചോദ്യം, റിപ്പബ്ലിക് ഓഫ് സീഷെൽസിലെ അടുത്ത ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിതനായത് ആരാണ്? ഉത്തരം രോഹിത് രതീഷ്. ഉത്തരം രോഹിത് രതീഷ്. റിപ്പബ്ലിക് ഓഫ് സീഷെൽസിലെ അടുത്ത ഇന്ത്യൻ ഹൈക്കമ്മീഷണറായി നിയമിതനായത് രോഹിത് രതീഷ് ആണ്. റിപ്പബ്ലിക് ഓഫ് സീഷെൽസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന ദ്വീപ രാഷ്ട്രമാണ്. റിപ്പബ്ലിക് ഓഫ് സീഷെൽസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന ദ്വീപ് രാഷ്ട്രമാണ്. ഓക്കെ, 5ാമത്തെ ചോദ്യം, 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ചിന്മയ വിദ്യാപീഠം സ്ഥാപക ഡയറക്ടർ ആരാണ്? 2025 സെപ്റ്റംബറിൽ അന്തരിച്ച ചിന്മയ വിദ്യാപീഠം സ്ഥാപക ഡയറക്ടർ ആരാണ് എന്നുള്ള ചോദിച്ചിരിക്കുന്നു. ഉത്തരം കാമാക്ഷി ബാലകൃഷ്ണൻ. ഉത്തരം കാമാക്ഷി ബാലകൃഷ്ണൻ ആണ്. ചിന്മയ വിദ്യാപീഠം കേരളത്തിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. ഇതിന്റെ സ്ഥാപക ഡയറക്ടർ ആണ് കാമാക്ഷി ബാലകൃഷ്ണൻ. 6ാമത്തെ ചോദ്യം, 2025 സെപ്റ്റംബറിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ ആരാണ്? 2025 സെപ്റ്റംബറിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജൻ ആണ് ഷേർലി വാസു. ആരാണ്? ഷേർലി വാസു. കേരളത്തിലെ ഫോറൻസിക് മെഡിസിൻ മേഖലയിലെ മുൻഗാമികളിൽ ഒരാളായി ഷേർലി വാസു ഓർമ്മിക്കപ്പെടുന്നു. അടുത്ത ചോദ്യം,
2025 സെപ്റ്റംബറിൽ അന്തരിച്ച വിഖ്യാത ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനർ ആരാണ്? 2025 സെപ്റ്റംബറിൽ അന്തരിച്ച വിഖ്യാത ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനറാണ് ജോർജിയോ അർമാനി. ജോർജിയോ അർമാനിയാണ് 2025 സെപ്റ്റംബറിൽ അന്തരിച്ച വിഖ്യാത ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനർ ജോർജിയോ അർമാനി. ജോർജിയോ അർമാനി പ്രശസ്ത ഇറ്റാലിയൻ ഫാഷൻ ഡിസൈനർ ആയിരുന്നു. 2025 സെപ്റ്റംബർ 4-ന് 91-ാം വയസ്സിൽ മിലാനിലാണ് അന്തരിക്കുന്നത്. അദ്ദേഹത്തെ റീ ജോർജിയോ എന്ന് അറിയപ്പെടുന്നു. 9-ാമത്തെ ചോദ്യം, വനമേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി വനം വകുപ്പ് രൂപീകരിക്കുന്ന ബോർഡ് ഏതാണ്? എന്താണ്? വനമേഖലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനായി വനം വകുപ്പ് രൂപീകരിക്കുന്ന ബോർഡ് ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം കേരള വനം ഇക്കോ ടൂറിസം വികസന ബോർഡ്. കേരള വനം ഇക്കോ ടൂറിസം വികസന ബോർഡ് എന്നുള്ളതാണ് പേര്. 9-ാമത്തെ ചോദ്യം, 2025 സെപ്റ്റംബറിൽ ചെന്നൈയിൽ അന്തരിച്ച ബി ജെ ഡി നേതാവും നിയമസഭാംഗവും ആയ വ്യക്തി ആരാണ്? ഉത്തരം രാജേന്ദ്ര ധോളാകിയയാണ്. 2025 സെപ്റ്റംബറിൽ ചെന്നൈയിൽ അന്തരിച്ച ബി ജെ ഡി നേതാവും നിയമസഭാംഗവും ആയ വ്യക്തിയാണ് രാജേന്ദ്ര ധോളാകിയ. ഒഡീഷ നിയമസഭയിലേക്ക് 4 തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. നുവാപതയെ പ്രതിനിധീകരിച്ചു. അടുത്ത ചോദ്യം, 102-ാം വയസ്സിൽ മൗണ്ട് ഫുജി കീഴടക്കിയതിലൂടെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി മാറിയത് ആരാണ്? 102-ാം വയസ്സിൽ മൗണ്ട് ഫുജി കീഴടക്കിയതിലൂടെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി മാറിയത് ഉത്തരം കൊക്കിച്ചി അഗുസാവ. 102 വയസ്സുള്ള കൊക്കിച്ചി അഗുസാവ മൗണ്ട് ഫുജി കീഴടക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി എന്ന ഗിന്നസ് റെക്കോർഡ് സ്ഥാപിച്ചു. കറണ്ട് അഫയേഴ്സ് സെപ്റ്റംബർ 10, 2025. അടുത്തിടെ തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഏലത്തൂർ തടാകമാണ്. ഏലത്തൂർ തടാകം അടുത്തിടെ തമിഴ്നാട് സർക്കാർ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചത് ഏലത്തൂർ തടാകത്തിനെയാണ്. സംസ്ഥാനത്തെ 12-ാമത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ആണ് ഇത്. ഏലത്തൂർ തടാകം തമിഴ്നാട് സംസ്ഥാനത്തെ 12-ാമത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമാണ് ഏലത്തൂർ തടാകം. ഏലത്തൂർ തടാകം നിരവധി അപൂർവ ജലസസ്യങ്ങൾക്കും ജലജീവികൾക്കും ആവാസ കേന്ദ്രം ആണ്. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ സിന്ദൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ എന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഒന്നുകൂടി പറയാം. ഓപ്പറേഷൻ സിന്ദൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ എന്ന പുസ്തകം രചിച്ചത് ആരാണെന്ന് ചോദിച്ചിരിക്കുന്നു. ഉത്തരം ലഫ്റ്റനന്റ് ജനറൽ KJS ഡില്ലോൺ. ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ KJS ഡില്ലോൺ ആണ്. റിട്ടയർഡ് ആയിട്ടുള്ള പട്ടാളക്കാരനായ ലഫ്റ്റനന്റ് ജനറൽ KJS ഡില്ലോൺ ആണ് ഓപ്പറേഷൻ സിന്ദൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ എന്ന പുസ്തകം രചിച്ചത്. ഈ പുസ്തകം ഇന്ത്യ നടത്തിയ ഗഹനമായ അതിർത്തി ആക്രമണങ്ങളുടെ പശ്ചാത്തലവും കഥകളും അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ സൈനിക പരിചയവും നേതൃപരിചയവും അടിസ്ഥാനമാക്കി എഴുതിയ പുസ്തകമാണ് ഓപ്പറേഷൻ സിന്ദൂർ ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഡീപ് സ്ട്രൈക്സ് ഇൻസൈഡ് പാകിസ്ഥാൻ. ലഫ്റ്റനന്റ് ജനറൽ KJS ഡില്ലോൺ. അടുത്ത ചോദ്യം, 2023 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? 2023 സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റംസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾക്കിടയിൽ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. ഏതാണ്? മണിപ്പൂര്. ഇത് ശിശു ആരോഗ്യം, മാതൃ ശിശു പരിചരണം, ആരോഗ്യ സൗകര്യങ്ങളുടെ വികസനം എന്നിവയിൽ മണിപ്പൂരിന്റെ മുന്നേറ്റം സൂചിപ്പിക്കുന്നു. 4-ാമത്തെ ചോദ്യം, ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ചത് എവിടെയാണ്? ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ചത് എവിടെയാണ്? ഉത്തരം ചൈന. 11th 11th ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് 2025 ഭാഗ്യചിഹ്നം എന്നാണ്? 11ാമത് ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പിന്റെ 2025 ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ജൽവീർ ആണ്. എന്താണ്? ജൽവീർ. ജലകായിക ഇനങ്ങളുടെ ഉത്സാഹവും ആത്മവിശ്വാസവും പ്രതിനിധീകരിക്കുന്നതാണ് ജൽവീർ. അടുത്ത ചോദ്യം, ഒരു ബഹുമുഖ സംയുക്ത സൈനിക അഭ്യാസമായ സപ്പഡ് 2025 സെപ്റ്റംബർ 10 മുതൽ 16 വരെ എവിടെയാണ് നടക്കുന്നത്? എന്താണ്? ഒരു ബഹുമുഖ സംയുക്ത
സൈനിക അഭ്യാസമായ സബഡ് 2025 സെപ്റ്റംബർ 10 മുതൽ 16 വരെ എവിടെയാണ് നടക്കുന്നത്? മുലിനോ ട്രെയിനിങ് ഗ്രൗണ്ട്, നിഷ്നി, റഷ്യ. എവിടെയാണ്? റഷ്യയിലെ മുലിനോ ട്രെയിനിങ് ഗ്രൗണ്ട്, നിഷ്നി, റഷ്യയിലാണ് നടക്കുന്നത്. സബഡ് അഭ്യാസം റഷ്യയും അതിന്റെ സഖ്യരാജ്യങ്ങളും ചേർന്ന് നടത്തുന്ന വിപുലമായ സൈനിക അഭ്യാസങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയും റഷ്യയും ബെലാറസും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് സബഡ്. ഏതൊക്കെയാണ്? ഇന്ത്യയും റഷ്യയും ബെലാറസും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് സബഡ് എന്നറിയപ്പെടുന്നത്. അത് 2025 നടക്കുന്നത് സെപ്റ്റംബർ 10 മുതൽ 16 വരെയാണ്. അത് നടക്കുന്നത് റഷ്യയിലാണ്. റഷ്യയിലെ മുലിനോ ട്രെയിനിങ് ഗ്രൗണ്ട്, നിഷ്നിയിലാണ് നടക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി ആരായിരിക്കും? ഉത്തരം CP രാധാകൃഷ്ണനാണ്. CP രാധാകൃഷ്ണൻ ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവാണ്, BJPയുടെ നേതാവാണ്. അദ്ദേഹം മുൻപ് ജാർഖണ്ഡ്, തെലങ്കാന സംസ്ഥാനങ്ങളുടെ ഗവർണറായിരുന്നു. ഗവർണറായിട്ട് സേവനമനുഷ്ഠിച്ച ആളാണ് CP രാധാകൃഷ്ണൻ. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 452 വോട്ടുകളാണ് നേടിയത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 452 വോട്ടുകൾ നേടി. അടുത്ത ചോദ്യം, ക്ലാസിക്കൽ ചെസ് കളിയിൽ ഒരു നിലവിലെ ലോക ചാമ്പ്യനെ പരാജയപ്പെടുത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ആരാണ്? ക്ലാസിക്കൽ ചെസ് കളിയിൽ ഒരു നിലവിലെ ലോക ചാമ്പ്യനെ പരാജയപ്പെടുത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരനാണ് GM അഭിമന്യു മിശ്ര. 16 വയസ്സുള്ള GM അഭിമന്യു മിശ്ര. നിലവിലെ ലോക ചാമ്പ്യനായ ഗുകേഷ് ഡൊമ്മരാജുവിനെ അല്ലെങ്കിൽ ഗുകേഷിനെ പരാജയപ്പെടുത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് കളിക്കാരനാണ് GM അഭിമന്യു. അഭിമന്യു മിശ്ര അമേരിക്കയിൽ നിന്നുള്ള ചെസ് പ്രതിഭയാണ്. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബർ 9 8 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി മുംബൈയിൽ എത്തിയ മൗറീഷ്യസ് പ്രധാനമന്ത്രിയുടെ പേര്. 2025 സെപ്റ്റംബർ 9 8 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി മുംബൈയിൽ എത്തിയ മൗറീഷ്യസ് പ്രധാനമന്ത്രിയുടെ പേര് ഡോക്ടർ നവീൻ ചന്ദ്ര റാംഗൂലം. ഡോക്ടർ നവീൻ ചന്ദ്ര റാംഗുലം എന്നാണ് മൗറീഷ്യസ് പ്രധാനമന്ത്രിയുടെ പേര്. സമുദ്ര സുരക്ഷ, IT, വിദ്യാഭ്യാസം, ആരോഗ്യമേഖല, എന്നിവയിൽ സഹകരണം പ്രധാനമായിരിക്കും എന്നുള്ളതാണ് സന്ദർശനത്തിന്റെ ലക്ഷ്യം. ഇന്ത്യ മൗറീഷ്യസ് സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്ന പരിപാടികളും ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അടുത്ത ചോദ്യം, 2025 സെപ്റ്റംബർ 9 ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്ത രാജ്യം. 2025 സെപ്റ്റംബർ 9 അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്ത രാജ്യം ഏതാണ്? എത്യോപ്യയാണ്. എത്യോപ്യ. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയായ ഗ്രാൻഡ് എത്യോപ്യൻ നവോത്ഥാന അണക്കെട്ട് നൈൽ നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? നൈൽ നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. എത്യോപ്യൻ പ്രധാനമന്ത്രിയായ അബി അഹമ്മദാണ് ഈ അണക്കെട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. എത്യോപ്യന്റെ പ്രധാനമന്ത്രിയായ അബി അഹമ്മദാണ് ഈ അണക്കെട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്.